ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായിൽ സ്നേഹിക്കപ്പെടുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് കടന്നു വരുന്നതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്ന് നമ്മൾ ശ്രദ്ധിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ഫലത്തെക്കുറിച്ചാണ്. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 16, 17, 18 തിരുവചനങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ അവിടെ ഇങ്ങനെ പറയുന്നുണ്ട്: വൃക്ഷത്തിൽ നിന്ന് ഫലത്തെ തിരിച്ചറിയാം. മുൾച്ചെടിയിൽ നിന്ന് മുന്തിരിയോ ഞെരിഞ്ഞിലിൽ നിന്ന് അത്തിപ്പഴമോ നാം പറിക്കാറുണ്ടോ? നല്ല വൃക്ഷം നല്ല ഫലം തരും, ചീത്ത വൃക്ഷം ചീത്ത ഫലവും തരും. നമ്മൾ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നവരാണെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ നമ്മളിൽ ഉണ്ടാകും. ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 22, 23 തിരുവചനങ്ങൾ വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം. ഇനി 9 ഫലങ്ങളെക്കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 736-ാം ഖണ്ഡികയിൽ ഇങ്ങനെ പറയുന്നുണ്ട്: പരിശുദ്ധാത്മാവ് നമ്മളിൽ നിന്ന് ഫലം പുറപ്പെടുവിക്കും. തായ്തടിയായ നല്ല മുന്തിരിച്ചെടിയോട് ഒട്ടിച്ചേർത്തവൻ നമ്മളിൽ നിന്ന് ആത്മാവിൻ്റെ ഫലം പുറപ്പെടുവിപ്പിക്കും. തുടർന്ന് പറയുകയാണ്, നമ്മുടെ ജീവിതത്തിൽ ആത്മാവിന് ഫലങ്ങൾ ഉണ്ട് എന്ന് തിരിച്ചറിയുമ്പോഴാണ് നമ്മൾ പരിശുദ്ധാത്മാവിൽ നയിക്കപ്പെടുന്നവരാണ് എന്ന് തിരിച്ചറിയുക. ആത്മാവാണ് നമ്മുടെ ജീവൻ, പരിശുദ്ധാത്മാവാണ് നമ്മുടെ ജീവൻ. തുടർന്ന് പറയുന്നത്, നീ ദൈവത്തിനായി നിന്നെ തന്നെ നീ എത്രമാത്രം പരിത്യജിക്കുന്നുവോ അതിൽ കൂടുതലായി പരിശുദ്ധാത്മാവ് നമ്മളിൽ പ്രവർത്തനോന്മുഖരാകും. നമ്മളെ പ്രവർത്തനോന്മുഖരാക്കുവാൻ വേണ്ടി പരിശുദ്ധാത്മാവ് ശ്രമിക്കുക. നമ്മളെ തന്നെ പരിത്യജിച്ചാൽ മാത്രമേ, എത്രമാത്രം പരിത്യജിക്കുന്നുവോ അത്രമാത്രം ആത്മാവിൻ്റെ പ്രവൃത്തികൾ നമ്മളിൽ ശക്തമായി ഉണ്ടാകും. സ്നേഹമുള്ളവരെ, നമ്മൾക്ക് പരിശുദ്ധാത്മാവിൻ്റെ ഫലത്തിനായി ദാഹിക്കാം. ആത്മാവിൻ്റെ ഫലങ്ങൾ എന്നെ നിലനിൽക്കണം. അതാണ് എന്നെയും എൻ്റെ കുടുംബജീവിതത്തെയും എൻ്റെ സഭാ സമൂഹത്തെയും എല്ലാം പിടിച്ചു നിർത്തുന്നത്. രാഷ്ട്രത്തെ പോലും പിടിച്ചു നിർത്തുന്നത് സ്നേഹമാണ്. സ്നേഹത്തിൽ കലർപ്പില്ലാതെ നിഷ്കളങ്കമായ സ്നേഹത്തോടെ മുന്നിട്ട് പോകുവാൻ നമുക്ക് സാധിക്കട്ടെ. നമ്മുടെ ഹൃദയങ്ങളും ചിന്തകളും ബുദ്ധിയും കണ്ണും കരവുമെല്ലാം ദൈവത്തിൻ്റെ പക്കലേക്ക് ഉയർത്താം. ദൈവമേ, നിന്റെ ആത്മാവിനാൽ ഞങ്ങളെ നയിച്ച് പരിശുദ്ധാത്മാവിനെ ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ തക്കവിധം ഞങ്ങളെ ശക്തമായ നിന്റെ ആത്മാവിനെ അയക്കണമേ. സ്വാർത്ഥത വെടിയുവാൻ, തന്നെ പരിത്യജിക്കുവാൻ കർത്താവേ, നീ കൃപ നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പെന്തക്കോസ്താ തിരുനാളുകളിൽ, അല്ലെങ്കിൽ വരുന്ന പെന്തക്കോസ്താ തിരുനാളിൽ ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കാൻ ഇടവരുത്തണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളുടെ മേലും അവിടുത്തെ ആത്മാവിൻ്റെ പ്രവാഹം സമർത്ഥമായി ഉണ്ടാകട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ നിലനിൽക്കുവാൻ ഇടവരുത്തട്ടെ. പരിശുദ്ധ അമ്മേ, ആശ്രയമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായി മധ്യസ്ഥം വഹിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.